എവിടെയായിരുന്നു? കടവുളെ പോലെ കാപ്പവൻ ഇവൻ എന്നും പറഞ്ഞ ആരപ്പ അവന്റെ കടയും കൊണ്ട് പോയതാ. സത്യം പറ മനുഷ്യ, എവിടെയായിരുന്നു നിങ്ങള്? അപ്പൊ കൂട്ടുകാരുടെ കറക്കവും കള്ളുകൂടിയും. എന്റെ ദൈവമേ, ഞാൻ ചിട്ടി പിടിച്ചുണ്ടാക്കിയ വളയാലോ. എന്റെ കുഞ്ഞു മനുഷ്യ, വെള്ളോടിയുടെ പേരിൽ നിങ്ങൾക്ക് ഇന്നാട്ടിൽ എന്തോരം ചീത്തപ്പേരുണ്ടെന്ന് അറിയാവോ? എനിക്കറിയാം, ആവശ്യത്തിനുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇന്നലെ കള്ളു കുടിച്ച് ബോധമില്ലാതെ ബാത്റൂമാന്ന് പറഞ്ഞ് ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്ന ഒരാൾ മൂത്രമൊഴിച്ചിരിക്കുന്നു. ആരാ? എന്റെ അച്ഛനാണോ? അല്ലാതെ ആര്? നിങ്ങൾക്കൊക്കെ എന്റെ അച്ഛനെ കണ്ടു പഠിച്ചൂടെ? തന്റെ തന്തയല്ല, എന്റെ തന്ത. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ആങ്ങളും പെങ്ങളും ആവായിരുന്നല്ലോ. അങ്ങനെ എനിക്ക് ഈ പ്രശ്നമുണ്ടോ? ഇതിപ്പോ എന്റെ ഭർത്താവായി പോയില്ലേ? എന്റെ ദൈവമേ. പോട്ടെ, ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ആരാണ് ഈ പുതിയ ഫണ്ടേഴ്സ്? കുടുംബശ്രീ. അല്ലാതെ ആരാ? അല്ലാതെ ഇന്നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ലോൺ തരാനും മാത്രം ഇപ്പൊ ആരാ ഉള്ളത്? നമ്മൾ തിപ്പുരി പോയി നൈറ്റി ഇറക്കുന്നു, റോഡ് സൈഡിൽ ഇട്ട് വിൽക്കുന്നു. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നൈറ്റി ബിസിനസ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നല്ലേ? അത് ഹലോ, എന്തേലും ഒന്ന് പറഞ്ഞിട്ടോ? നിങ്ങളുണ്ടോ ബിസിനസ്സിൽ? ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. എന്തെങ്കിലും ജോലിക്കാര്യം പറഞ്ഞ മാസ ഡയലോഗ് അടിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഒരൊറ്റ പോക്കാം. ഈ ഉച്ചയ്ക്ക് വാലിലൊന്ന് തീ പിടിച്ചെന്ന് പറഞ്ഞ ഉണ്ണാൻ വരുമല്ലോ, അപ്പൊ ഞാൻ പിടിച്ചോളാം. தாண்டவங்கள் தீப்படிக்க வாலி போல வால் எடுக்க வீர சூர வேட்டையாட போற